മലയാളികളുടെ ഇഷ്ടതാരമാണ് മോഹൻലാൽ. കുറച്ചധികം ദിവസങ്ങളായി സിനിമയിൽ ഉണ്ടാകുന്ന ആ ഒരു പുല്ലാപ്പുകൾ അല്ലെങ്കിൽ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം ഏറെ ആഘാതത്തോടെ അല്ലെങ്കിൽ മനസ്സിനെ ഏറെ ബാധിച്ചിരിക്കുന്ന ഒരു താരം കൂടിയാണ് മോഹൻലാൽ. അമ്മയുടെ പ്രസിഡന്റായിട്ട് കൂട്ടരാജി വെച്ചതിന് പിന്നാലെയൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെയധികം വികാരാതീതനായി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. ഇപ്പോഴിതാ സുചിത്രയുടെ ആരോഗ്യത്തിന് വേണ്ടി മോഹൻലാൽ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. അന്ന് തന്നെ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ മോഹൻലാൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണോ, തൻ്റെ ഭാര്യയുടെ സർജറിയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാം എന്ന് വിചാരിച്ചു, അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയതാണ്. ഇപ്പോഴിതാ തൻ്റെ സുചിത്രയുടെ സർജറി പൂർത്തിയാക്കി ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങിയതോടെ ആണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത്. സുചിത്ര പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒപ്പം നിൽക്കാനാണ് ലാലേട്ടൻ്റെ തീരുമാനവും. 36 വർഷത്തെ ദാമ്പത്യമാണ് മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും. എല്ലാ വേദനകൾക്കും ഒരു പരിഹാരം എന്നുള്ള പോലെയാണ് ലാലേട്ടൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ അച്ഛൻ കോവിലിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെളുപ്പിന് തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി എത്തി. നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പൂജാരിയും വളരെ കയ്യിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മോഹൻലാൽ എത്തി നന്നായി തന്നെ ശാസ്താവിനെ കണ്ടു പ്രാർത്ഥിച്ചു തൊഴുതു തിരികെ മടങ്ങിയത്. എന്നാലും മോഹൻലാലിൻ്റെ 28ാം വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത്. സിനിമാ ലോകം ഏറെ കാത്തിരുന്ന ഒരു താരവിവാഹം തന്നെയായിരുന്നു. 1988 ഏപ്രിൽ 28-ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം. ആര്യൻ, മൂന്നാം മുറ, അതുപോലെ ചിത്രം തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്ത് മോഹൻലാൽ സ്റ്റാർഡം മുഴക്കി നിൽക്കുമ്പോഴായിരുന്നു വിവാഹവും. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര. സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാണ മേഖലയിൽ തുടരുന്നുണ്ട്. സിനിമാ പാരമ്പര്യമുള്ള സുചിത്രയ്ക്ക് മോഹൻലാലിനോടുള്ള ഒരു പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിച്ചത്. ഇരുവരുടെയും ജാതകങ്ങൾ പരസ്പരം ചേരില്ല എന്നായിരുന്നു ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചിരുന്നത്. എങ്കിലും വിവാഹം നടന്നു. 36 വർഷമായി ഇരുവരും സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ്. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുചിത്രയ്ക്ക് വയ്യാതായതിനു ശേഷം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആശുപത്രിയിൽ തന്നെ നിൽക്കുന്ന മോഹൻലാലിൻ്റെ ആ ഒരു ദയനീയമായ ആ ഒരു വേദന നിറഞ്ഞ മനസ്സ് നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ്റെ തിരക്കിട്ട സിനിമാ ജീവിതത്തിലും സുചിത്രയ്ക്ക് സുപ്രധാന ഒരു പങ്കുണ്ട്. ഏത് യാത്രയായാലും സുചിത്രയും ലാലേട്ടനൊപ്പം കൈപിടിച്ച് തന്നെ ഉണ്ടാവാറുണ്ട്. പ്രണവിൻ്റെ സിനിമാ പ്രവേശനത്തിൻ്റെ സമയത്തും ലാലേട്ടനൊപ്പം തന്നെ സുചിത്ര ഉണ്ടായിരുന്നു. എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ ആണെന്നാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസവും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. എല്ലാവരും ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു അത്. സിനിമാ ലോകം ഒന്നടങ്കം വിറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഭാര്യയ്ക്കൊപ്പം കൈത്താങ്ങായി ലാലേട്ടൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുചിത്ര ചേച്ചി വേഗം സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെയാണ് ആരാധകരുടെ പ്രാർത്ഥനയും. എന്തായാലും തൻ്റെ കുടുംബം ഒന്നടങ്കം സുചിത്രയ്ക്കൊപ്പം തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് ആരാധകരും പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയാണ് ലാലേട്ടനും കാത്തിരിക്കുന്നത്. കാരണം എല്ലാ വേദനകളും ഒരുമിച്ചാണ് എത്തിയത്. കരിയറായി എടുത്തു നോക്കട്ടെ, സിനിമാ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം മോഹൻലാലിൻ്റെ മനസ്സിനാകെ തകർത്ത ഒരു സംഭവമാണ്. അതിനിടയ്ക്കാണ് വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഈ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ വളരെയധികം മനസ്സ് വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു ലാലേട്ടനെ നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സുചിത്ര സുഖം പ്രാപിച്ചു വരട്ടെ, സർജറിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് ലാലേട്ടൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് ആരാധകരും.